നമ്മൾ അഭിമാനം കൊണ്ടിട്ടുള്ള ഭാരതീയർ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ അഭിമാനം കൊണ്ടിട്ടുള്ള ഒരു പ്രോജക്റ്റ്. മുഴുവൻ ഭൂമിയും രാമക്ഷേത്ര നിർമ്മാണത്തിന് മുസ്ലിം വിഭാഗത്തിന് 5 ഏക്കർ പകരം നൽകി അങ്ങനെയുള്ള ഒരു ട്രസ്റ്റിൻ്റെ രൂപീകരണം നടത്തി രാമജന്മഭൂമി തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യം വളരെ മുന്നോട്ട് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുകയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ മുതിർന്ന നേതാവും പതിറ്റാണ്ടുകളായി രാമജന്മഭൂമി സ്ഥാപനത്തിന് പ്രധാന സംഘാടകനുമായിട്ടുള്ള ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മുഖ്യ ഭരണ നേതൃത്വം വഹിച്ച വ്യക്തി, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാജി വലിയ വാർത്തയാവുകയാണ്. ആ സമയത്താണ് നമ്മളിപ്പോൾ വലിയ ചിന്തകൾ ഹിന്ദുക്കളോട്, ഭാരതീയരോട്, ഭരണ സംവിധാനം എന്താണ് ചെയ്തത്, രാഷ്ട്രീയവും അതോടുകൂടെ തന്നെ മതവും ചേർത്ത് ഉള്ള ഈ ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന സംഭവങ്ങൾ, എത്ര റിപ്പോർട്ടുകൾ വന്നാലും, എത്ര എൻക്വയറി കമ്മീഷൻ വന്നാലും ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ആവശ്യങ്ങൾ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന സംഭവം മാത്രമേ നടക്കുള്ളൂ എന്ന് നമുക്കറിയാം. സംഭാവന ഫണ്ടിൻ്റെ ഉപയോഗമാണ് കാണുന്നത്, പക്ഷെ ദുരുപയോഗം അതിനേക്കാളും കൂടുതലുണ്ടെന്നാണ് ഇപ്പോൾ പ്രചാരണത്തിൽ കേൾക്കുന്നത്. സാമ്പത്തികമായ സുതാര്യതയില്ലായ്മ, ഭരണപരമായ നടപടിക്രമങ്ങളിലുള്ള ചോർച്ചകൾ, ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത് വലിയ വലിയ ചോദ്യങ്ങളാണ്. ഇത് അന്വേഷിക്കുന്നതിനിടയിലാണ് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജി സമർപ്പിക്കുന്നത്. നമ്മൾ അറിയേണ്ടത്, ഇങ്ങനെ രാജി സമർപ്പിച്ചാൽ ഒഴിവാവാൻ പറ്റുന്നതാണോ? കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, അന്വേഷണം തുടരുകയാണ്, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഭാരതം ഭരിക്കുന്ന ഭരണപക്ഷം മാത്രമല്ല, അതിൽ കവിഞ്ഞു ജനങ്ങൾ പുറത്തിരിപ്പുണ്ട്. രാമക്ഷേത്രം എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. ക്ഷേത്രത്തിൻ്റെ വിശ്വാസ്യത സംരക്ഷിക്കുകയും ഭക്തരുടെ പണം എങ്ങനെ ചെലവായി എന്ന് പൂർണ്ണമായ സുതാര്യത കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് രാമക്ഷേത്ര ഭരണസമിതിയുടെ മാത്രമല്ല, ഭാരത സർക്കാരിൻ്റെയും ഒരു കടമയായി മാറിയിരിക്കുകയാണ്. രാജി പോരാ. അതുകൊണ്ട് തന്നെ രാജി ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ ഉത്തരവാദിത്വമുള്ളതുകൊണ്ടാണല്ലോ രാജിവെക്കുന്നത്. പക്ഷേ അത് എൻക്വയറി ചെയ്യപ്പെടുകയും അതിൽ അന്വേഷണം നടത്തുകയും അത്യാവശ്യം വന്നാൽ ശിക്ഷ നടക്കേണ്ട കാര്യമാണെങ്കിൽ അത് ചെയ്യുകയും CAG ഓഡിറ്റ് നിയമപരമായ ബാധ്യതയുണ്ടോ എന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കി, അത് ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഓപ്പോസിഷന് വലിയ പ്രാധാന്യമുണ്ട്. ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള KC വേണുഗോപാലുണ്ട്, കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരുണ്ട്. ഇവരെയൊക്കെ നോക്കിക്കൊണ്ടൊരു സ്വതന്ത്ര ഫോറൻസിക് ഓഡിറ്റ്, ഒരു SIT അന്വേഷണം, ഒരു റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് നൽകുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രവും രാഷ്ട്രീയവും തമ്മിൽ വേർതിരിക്കാത്തിടത്തോളം കാലം കോൺഗ്രസിൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ബാക്കി പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിൽ അവർ പറയുന്ന ക്ഷേത്രം മതവിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്, രാഷ്ട്രീയപരമായിട്ട് ഇടപെടരുത്, രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ ഭാഗമാക്കരുത് എന്ന് കോൺഗ്രസ് പലപ്പോഴും പറയാറുണ്ട്. മറ്റ് ഓപ്പോസിഷൻ പാർട്ടികളൊക്കെ പറയാറുണ്ട്. ഇത് വിശ്വാസവും രാഷ്ട്രീയവും കലർത്തുമ്പോഴുണ്ടാവുന്ന പ്രശ്നമാണ്. രാമൻ ഒരു പാർട്ടിയുടെയും മെമ്പറായിരുന്നില്ല. രാമൻ ഒരു പാർട്ടിയുടെ BJPയുടെ മെമ്പറാക്കിയിട്ട് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഹിന്ദുക്കളൊക്കെ വഞ്ചിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. BJP ട്രസ്റ്റിൻ്റെ നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കണം. BJPയും ട്രസ്റ്റും ഒന്നാണ്. BJPയും ട്രസ്റ്റും എന്ത് നിലപാട് പറയുന്നു? ട്രസ്റ്റ് എല്ലാ നിയമങ്ങളും പാലിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. അക്കൗണ്ടുകൾ ഓഡിറ്റുകൾക്ക് വിധേയമായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവായിരുന്നില്ല. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ രാജിവെക്കേണ്ട കാര്യം എന്താണ്? എന്തോ പ്രശ്നമുണ്ടെന്ന് സ്വന്തം തോന്നിയിട്ടാണല്ലോ, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റണ്ടേ? അന്വേഷണം പൂർത്തിയാകുന്നത് വരെ കുറ്റക്കാരായിട്ട് ആരെയും പ്രഖ്യാപിക്കരുതെന്ന് നമുക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങളുടെ അടുത്ത് അറിയിക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ വെക്കണം, പാർലമെൻറ്റിൻ്റെ മുന്നിൽ വെക്കണം. പാർലമെൻറ്റിൻ്റെ ഓപ്പോസിഷൻ മെമ്പേഴ്സ് അടങ്ങുന്ന കമ്മിറ്റി വേണം ഇതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കാൻ. ഇതിൽ പല തരത്തിലും സ്വാധീനം വഹിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഏറെയാണ്. ക്ഷേത്ര ഭരണത്തിലെ സുതാര്യത
ഇത്രയും വലിയൊരു ക്ഷേത്രത്തിന് ഇങ്ങനെയാണെങ്കിൽ ഭാരതത്തിലുള്ള അനേക ക്ഷേത്രങ്ങളുടെ സ്ഥിതി എന്താവും? പ്രതിപക്ഷത്തിൻ്റെ ആക്രമണം വളരെ ലാഘവത്തോടു കൂടി കാണാൻ സാധിക്കില്ല. സുതാര്യത എന്ന വിഷയം ഉയർത്തിക്കാട്ടുന്നത് ഒരു അവസരവാദ പ്രഖ്യാപനമായിട്ട് മാറരുത്. എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം. ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നേർക്ക് കാണിച്ചിട്ടുള്ള ഈ ചുവന്ന കൊടി അഴിച്ചു വെക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി അതിനാവശ്യമായ പച്ചക്കൊടി കാണിക്കുകയും വ്യക്തമായിട്ട് സാധിക്കുമ്പോൾ മാത്രം ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയുടെ ഭാഗങ്ങളിൽ ഒരു ധാർമ്മികതയുടെ ചക്രം ആ വെള്ളഭാഗത്ത് കൃത്യമായിട്ട് കറങ്ങാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ, മതവിശ്വാസം, ദേശീയ തിരിച്ചറിവ്, സാംസ്കാരിക പാരമ്പര്യം, രാഷ്ട്രീയ ചർച്ച, ഇതൊക്കെ നമ്മൾ ഒരു സംഗമസ്ഥാനമായി മാറുന്ന ഒരു സ്ഥലമായി രാമക്ഷേത്രം മാറിയിരിക്കുന്ന ഈ സമയത്ത് അവിടെ നടക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും ഭാരതത്തിൻ്റെ ഓരോ മതവിശ്വാസികളുടെയും ഓരോ ഭാരതീയൻ്റെയും വിവാദങ്ങൾ, സമൂഹത്തിൽ പ്രത്യേകമായി കാണുന്ന പ്രതികരണങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു നിഷ്പക്ഷമായ ചരിത്രപരമായ വിലയിരുത്തുകൾക്ക് തയ്യാറാകുമ്പോൾ മതവിശ്വാസവും ചരിത്രവും നിയമവും രാഷ്ട്രീയവും പൊതു സുതാര്യതയും നിലനിർത്തുവാൻ ഏത് ഭരണപക്ഷവും തയ്യാറാവേണ്ടതുപോലെ തന്നെ ചെമ്പത്രായുടെ രാജി ഈ ഒരു അഞ്ചാമത്തെ ഘടകമായ ഭരണ സുതാര്യതയുടെ പൊതു ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ശക്തമായി മാറും. അതിൽ ആരൊക്കെയാണ് ഇളകുക, എവിടെയൊക്കെയാണ് ഇളകുക, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുക, അന്വേഷണങ്ങൾ പൂർത്തിയാവുകയും ഔദ്യോഗികമായ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതിന് കുറേ കാലങ്ങളെടുക്കും. പക്ഷേ ഈ ഒരു ചോദ്യചിഹ്നം, എത്ര കാലമായിരുന്നു രാമജന്മഭൂമി ഏറ്റെടുത്ത് രാമക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണോ ഇതിനു വേണ്ടിയിട്ട് പ്രോയും കോണും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഈ ആരോപണങ്ങളൊക്കെ തെളിയിക്കപ്പെടുന്നതോടുകൂടി, നിഷേധിക്കപ്പെടുന്നതോടുകൂടി, തെറ്റാണെന്നോ ശരിയാണെന്നോ കണക്കുകളൊക്കെ കാണിക്കുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ നിയമപരമായ ജനാധിപത്യപരമായ സ്വീകാര്യത, സന്തുലിതാവസ്ഥ, അസാമാന്യമായിട്ടുള്ള കുറേ സംഭവങ്ങൾ നടക്കാൻ പോകുന്ന ഒരു ലോകത്താണ് അടുത്ത കുറേ കാലങ്ങളിലേക്ക് നമുക്ക് ഉണ്ടാവുക. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. കാരണം കുറേ കാലം ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ രാജി നടന്നിട്ടുണ്ട്, സംഭാവന ഫണ്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്, ഓപ്പോസിഷൻ ലീഡേഴ്സ്, കോൺഗ്രസ് പ്രത്യേകിച്ചും സ്വതന്ത്ര അന്വേഷണം വേണം, ഓഡിറ്റ് വേണം, സുതാര്യത വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ട്രസ്റ്റ് ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ട്, അന്വേഷണം തുടരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്തിമമായി കുറ്റമുണ്ടോ ഇല്ലയോ എന്ന അന്വേഷണവും നിയമ നടപടികളും പൂർത്തിയാകുന്നത് വരെ അതിന് ശേഷം മാത്രമേ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ നിമിഷം എനിക്ക് ഇവിടെ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.